2019 scheme S7 elective web programming exam. In November 2025 വെബ് പ്രോഗ്രാമിംഗ് എക്സാം ഇന്ന് കഴിഞ്ഞു. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. പാർട്ട് എ എലക്റ്റീവ് ആണ്. വെബ് പ്രോഗ്രാമിംഗ് എല്ലാ കുട്ടികൾക്കും ഉണ്ടാവത്തില്ല. വെബ് പ്രോഗ്രാമിംഗ് എക്സാം ടിപ്സ് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ടോപ്പിക് ഞാൻ പറഞ്ഞിരുന്നത് URI, URL, MIME ഈ 3 ടോപ്പിക്സ് മസ്റ്റ് ആയിട്ട് പഠിക്കണം. അതെന്തായാലും എക്സാമിന് ചോദിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ക്വസ്റ്റ്യനിൽ പാർട്ട് എയിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ അതാണ്. വാട്ട് ഈസ് MIME? ഡിസ്കസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഇൻ വെബ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വെബ് കമ്മ്യൂണിക്കേഷനിൽ MIMEന്റെ ഇമ്പോർട്ടൻസ് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ആണ്. ഓക്കെ, പാർട്ട് എയിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ HTML കോഡ് ടു എംബഡ് എ പ്രൊമോഷണൽ വീഡിയോ. myvideo.mp4 എന്നൊരു ഫയൽ തന്നിട്ടുണ്ട്. അതൊരു വെബ് പേജിലേക്ക് തന്നെ ലോഡ് ചെയ്യണം. വിത്ത് ഓട്ടോ പ്ലേ ഓപ്ഷൻ വെക്കണം. ആ വീഡിയോ പ്ലേസ് ചെയ്യുന്ന സൈസ് പറയുന്നുണ്ട് 750x500 ആണ് ആ വീഡിയോയുടെ സൈസ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് ഓട്ടോ പ്ലേ വരണം. ഓക്കെ, ഓട്ടോ പ്ലേ ഓപ്ഷൻ ഇനാബിൾ ചെയ്യുക. അതിന്റെ ഫ്രെയിം സൈസ് പറയുന്നത് 750x500. ഓക്കെ, ജസ്റ്റ് ഒരു HTML കോഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു ഡിവ് വേണമെങ്കിൽ ഡിവ് ക്രിയേറ്റ് ചെയ്യുക. ഡിവിനകത്തേക്ക് വീഡിയോ ആഡ് ചെയ്യുന്നു. ഈസി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ താഴെ കമന്റ് ചെയ്യാം. നമുക്കത് വെരിഫൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. ഹൗ ആർ കോൺഫ്ലിക്ട് റിസോൾവ് when multiple style rules apply to a single web element? നമുക്കൊരു P tag കൺസിഡർ ചെയ്യാം. ആ ഒരു P tagനകത്ത് ഒരു പാരഗ്രാഫ് ടാഗ്, അതിന് മൾട്ടിപ്പിൾ സ്റ്റൈൽസ് കൊടുത്തു. ഓക്കെ, ഇന്റേണൽ ആയിട്ടോ ഇൻലൈൻ ആയിട്ടോ എക്സ്റ്റേണൽ ആയിട്ടോ ഒക്കെ സ്റ്റൈൽസ് കൊടുത്തു. അങ്ങനെ വരുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെ റിസോൾവ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്സ് ആർ യൂഷ്വലി പ്രിഫേർഡ് ഓവർ അതർ കൈൻഡ്സ് ഓഫ് സ്റ്റൈൽ ഷീറ്റ്സ്. ബൈ ഇതിൽ എക്സ്റ്റേണൽ സ്റ്റൈൽ ഷീറ്റ്സ് ആയിരിക്കും യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ സ്റ്റൈൽ ഷീറ്റ്സ് കണക്ട് ചെയ്യുമ്പോൾ ഏതിനാണ് ഫസ്റ്റ് പ്രിഫറൻസ്, എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുള്ളത്, അത് നമ്മൾ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ്. സോ അതായിരുന്നു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് എനി 3 ഡാറ്റാ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ആൻഡ് പ്രൊവൈഡ് ആൻ എക്സാമ്പിൾ ഫോർ ഈച്ച്. ഓരോ ഡാറ്റാ ടൈപ്സിനും 1 മാർക്ക് വീതമാണ്. 3 ഡാറ്റാ ടൈപ്സ്, ഏതെങ്കിലും 3 ഡാറ്റാ ടൈപ്സും അതിന്റെ ഒരു എക്സാമ്പിൾ എഴുതുക. ഓക്കെ, അതും ഈസി ക്വസ്റ്റ്യൻ ആണ്. ദെൻ നെക്സ്റ്റ്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് ഫംഗ്ഷൻസ് ഇൻ PHP അകത്ത് സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് ഉണ്ട്. കോൺകാറ്റിനേറ്റ് ചെയ്യാനും സ്ലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും 3. ഓക്കെ, 2 ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ഒരു മെത്തേഡോടെ എഴുതിയാൽ ഏതെങ്കിലും 3 നിങ്ങൾക്ക് എഴുതാം. അതും ഈസി ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ഞാൻ ഓൾറെഡി എക്സാം ടിപ്സ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, then sixth question. Write a PHP program to compute the sum of the positive integers up to 100 using a do while loop. നിങ്ങൾ PHP പഠിക്കുന്ന സമയം, ജാവാസ്ക്രിപ്റ്റും PHP പഠിക്കുന്ന സമയം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസ് ചെയ്ത് പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. 1 to 100 പോസിറ്റീവ് നമ്പേഴ്സ് ഒരു ഡു വൈൽ ലൂപ്പ് ഐറ്ററേറ്റ് ചെയ്യുക. സം എടുക്കുക. സിമ്പിൾ ആണ്. വൈൽ കണ്ടീഷൻ കൊടുക്കുക. I less than or equal to 100, S equal to S plus I. എസിന്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ ലോജിക്. നമുക്ക് PHP ടാഗ് യൂസ് ചെയ്തിട്ട് അത് എഴുതാൻ സാധിക്കും. ആ റിസൾട്ട് ഫൈനലി പ്രിന്റ് ചെയ്യുക, എക്കോയിൽ കൊടുക്കുക. ഓക്കെ, ദെൻ സെവൻത് ക്വസ്റ്റ്യൻ. ഇംപ്ലോഡ് ആൻഡ് എക്സ്പ്ലോഡ് ഫംഗ്ഷൻസ് ഇൻ PHP. വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. ഇംപ്ലോഡ് ആൻഡ് എക്സ്പ്ലോഡ്. എക്സ്പ്ലോഡ് മീൻസ് അത് സ്പ്ലിറ്റ് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ആക്കുന്നു. നേരെ ഓപ്പോസിറ്റ് ഇംപ്ലോഡ്. ഓക്കെ, സോ അതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ ചോദിച്ചു. 3 മാർക്കാണ്. ഒരു ടേബിൾ വരച്ചിട്ട് ലെഫ്റ്റും റൈറ്റും ആയിട്ട് 3 പോയിന്റ്സ് വീതം എഴുതിയാൽ മതി. Then write PHP statements to insert data into the MySQL table. MySQL ടേബിളിനകത്ത് ഇൻസേർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇൻസേർട്ട് ചെയ്യാനുള്ള കൊറിയാണ് അവിടെ എഴുതേണ്ടത്. നെക്സ്റ്റ് 9th ക്വസ്റ്റ്യൻ. കൺട്രോളർ ഇൻ ലാറാവൽ. MVC മോഡൽ വ്യൂ കൺട്രോളർ. ലാറാവൽ ഫ്രെയിംവർക്കിനകത്ത് വരുന്നതാണ് മോഡൽ വ്യൂ കൺട്രോളർ. അതിനകത്ത് കൺട്രോളർ എന്താണ്, വാട്ട് ഈസ് എ കൺട്രോളർ ആൻഡ് ഹൗ ഡു യു ക്രിയേറ്റ് ആൻഡ് യൂസ് ഇറ്റ് ടു ഹാൻഡിൽ HTTP റിക്വസ്റ്റ്. മോഡൽ, വ്യൂ ആൻഡ് കൺട്രോളർ. വ്യൂ വരുന്നത് യൂസർ സൈഡാണ്, യൂസറിന്റെ ഇന്ററാക്ഷൻ ആണ്. മോഡൽ വരുന്നത് ഡാറ്റാബേസ് സൈഡാണ്. മിഡിൽ നിൽക്കുന്ന ആൾ കൺട്രോളർ ആണ്. ആ ലോജിക്കൽ സൈഡ് നോക്കുന്നത് കൺട്രോളർ ആണ്. ഓക്കെ, അതെങ്ങനെയാണ് ലാറാവലിൽ ഹാൻഡിൽ ചെയ്യുന്നത്? HTTP റിക്വസ്റ്റ് യൂസറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ഇത് എങ്ങനെയായിരിക്കും കൺട്രോളറിൽ ഹാൻഡിൽ ചെയ്യുന്നത്? കൺട്രോളറിന്റെ ഫംഗ്ഷൻ എഴുതിയാൽ മതി, അത്രേ ഉള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. JSON. JSON ഫോർമാറ്റ് ഓൾറെഡി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. JSON ഇമ്പോർട്ടന്റ് ആണ്. JSON മസ്റ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കീ വാല്യൂ പെയർ ആയിട്ട് എഴുതുന്നത്. ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് JSON ഫോർമാറ്റ് ആണ്. എന്റെ കരിയർ കൈറ്റിൽ സ്റ്റാർട്ട് ചെയ്ത സമയം അവിടെ യൂസ് ചെയ്തിരുന്നത് XML ആയിരുന്നു. ഇപ്പോൾ യൂസ് ചെയ്യുന്നത് JSON ആണ്. ഓക്കെ, ദെൻ
സോ പാർട്ട് എയിൽ 10 ക്വസ്റ്റ്യൻസിൽ എനിക്ക് തോന്നുന്നു സെക്കൻഡ് ക്വസ്റ്റ്യനും 6th ക്വസ്റ്റ്യൻ ആണ് കോഡ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. ഈ 3 ക്വസ്റ്റ്യൻ ഒഴികെ ബാക്കി 7 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, തിയറി ക്വസ്റ്റ്യൻ ആണ്, ഈസിയാണ്. സെക്കൻഡ് ആണ് ചിലർക്ക് ടഫായിട്ട് തോന്നുന്നത്, അത് ടഫല്ല, വീഡിയോ ലോഡ് ചെയ്യാനുള്ള ടാഗ് എഴുതിയാൽ മതി. ദെൻ 6th ആണ് നെക്സ്റ്റ് ഒരു ലൂപ്പ് ഒക്കെ വരുന്നത്. ദെൻ ഫൈനലി വരുന്നത് 8th ക്വസ്റ്റ്യൻ ഇൻസേർട്ട് ക്വറി മാത്രം എഴുതുക. ഓക്കെ, ദെൻ പാർട്ട് ബിയിലേക്ക്, ഓവറോൾ പാർട്ട് എ നല്ല ഈസി ക്വസ്റ്റ്യൻ ആണ്. ദെൻ പാർട്ട് ബി നോക്കിക്കഴിഞ്ഞാൽ 11th ക്വസ്റ്റ്യൻ 11A, ഹൗ ടു ആഡ് ഹൈപ്പർ ലിങ്ക്സ് ഇൻ HTML പേജ്. HTML പേജിൽ ഹൈപ്പർ ലിങ്ക്സ് എങ്ങനെ ആഡ് ചെയ്യാം. എക്സ്പ്ലെയിൻ ഇന്റേണൽ ലിങ്കിങ് ഇൻ എ വെബ് പേജ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. 6 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. 11ൽ പാർട്ട് എ ആണ്. HTML പേജിനകത്ത് എങ്ങനെ ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാം. ഹൈപ്പർ ലിങ്ക് ആഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗ് ഉണ്ട്, അവിടെ ഹൈപ്പർ ലിങ്ക് റെഫറൻസ് കൊടുക്കുക, അത് ആഡ് ചെയ്യുന്നു. ഇതിന്റെ ഒരു എക്സാമ്പിൾ സഹിതം എഴുതണം. 11B ക്വസ്റ്റ്യൻ ടേബിൾ ക്രിയേഷൻ ആണ്. ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഫ്ലവർ ഷോ ആണ് അതിന് ഹെഡിങ് വരുന്നത്, ടേബിൾ ഹെഡിങ്. അതിനകത്ത് തന്നെ വീണ്ടും ഫ്ലവർ നെയിം, ഫ്ലവർ കളർ, താഴെ ഫ്ലവർ നെയിമിന്റെ അണ്ടറിൽ 1 2 3 4 ഫീൽഡ്, 4 വാല്യൂസ് വരുന്നത്. കളറിന്റെ അണ്ടറിലായിട്ട് 3 ഫീൽഡ് വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ടേബിൾ ടാഗിനകത്ത് റോ എഴുതുന്ന സമയത്ത് ഫ്ലവർ ഷോ അവിടെ 2 സെൽസ് മെർജ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ പാഡിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കളറിനകത്തും വൈറ്റ് വരുന്ന സ്ഥലത്ത് അവിടെയും 2 റോസിലാണ് വൈറ്റ് വരുന്ന, 2 റോസിലും കോമൺ ആയതുകൊണ്ട് അവിടെയും അവിടെ പാഡിങ് വരുന്നുണ്ട്. ഒരിടത്ത് റോ പാഡിങ്ങും ഒരിടത്ത് കോളം പാഡിങ്ങാണ് വരുന്നത്. സോ ടോട്ടൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ടേബിളിന് എത്ര റോസ് വേണമെന്ന് നോക്കുക, എത്ര കോളംസ് വേണമെന്ന് നോക്കുക. കോളംസ് ആയിട്ട് നമുക്ക് എഴുതാൻ TD ആണ്, സെൽസ് വെച്ച് ഡിവൈഡ് ചെയ്യുക. ദെൻ 2 പാഡിങ് കൊടുക്കുക. ഓക്കെ, TH വരുന്നുണ്ട് കേട്ടോ, TH ഇവിടെ എഴുതാനുണ്ട്. കുഴപ്പമില്ല, അത് ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി. എങ്ങനെയാ ടേബിൾ പാർട്ടീഷൻ, ആ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓർ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഒരു രജിസ്ട്രേഷൻ ഫോം ആണ്. എനിക്ക് തോന്നുന്നു 11th ക്വസ്റ്റ്യൻ ആണ് നല്ലത് കേട്ടോ. 12th ക്വസ്റ്റ്യൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. ഫോം ക്രിയേറ്റ് ചെയ്യുക, ഫോമിനകത്ത് കുറേ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെയിം, അഡ്രസ്, ഇമെയിൽ, കോൺടാക്ട് നമ്പർ, ഡേറ്റ് പിക്കർ, ചെക്ക് ബോക്സ് വേണ്ട. അതിന് പകരം സുഖം 11th ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ 11 ചൂസ് ചെയ്യാം. മൊഡ്യൂൾ 1ന്റെ essay ക്വസ്റ്റ്യൻ ആയിട്ട്. മൊഡ്യൂൾ 2 നോക്കിക്കഴിഞ്ഞാൽ 13th ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ സ്റ്റൈൽ സ്പെസിഫിക്കേഷൻ ഫോർമാറ്റ് ആൻഡ് CSS. CSS സെലക്ടേഴ്സ് ഐഡിയും വെച്ചിട്ട് ക്ലാസ് വെച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സ്റ്റൈൽസ് നമുക്ക് എങ്ങനെ സ്പെസിഫൈ ചെയ്യാം, അതിന്റെ സ്പെസിഫിക്കേഷൻ ഫോർമാറ്റ് ആണ്. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. 13A. 13B വന്നിട്ട് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ വാലിഡേറ്റ് ആൻഡ് HTML ഫോം. അഗൈൻ ഫോം ആണ്, ഫോം വാലിഡേഷൻ വെക്കാൻ പറയുന്നുണ്ട്. താഴെ 14 വരുമ്പോൾ ഓർഗനൈസ് സാമ്പിൾ വെബ് പേജ് ഫോർ എ ടെക്നിക്കൽ ഇവന്റ് അറ്റ് യുവർ ക്യാമ്പസ് ആൻഡ് യൂസ് എംബഡഡ് സ്റ്റൈൽ ഷീറ്റ്. അപ്ലൈ മിനിമം ഓഫ് 8 സ്റ്റൈൽ പ്രോപ്പർട്ടീസ്. State the style specification format of embedded style sheet. 14B വന്നിട്ട് illustrate the usage of JavaScript DOM in event handling with examples. എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 2-നകത്തും 13th ക്വസ്റ്റ്യൻ ആണ് ഈസി ആയിട്ട് വരുന്നത്. അതായത് നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാം കൺഫ്യൂഷൻ ആവുമല്ലോ. ചെറിയ സബ്ജക്റ്റ് ആണ്, ഈസി സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ എഴുതുന്ന സമയത്ത് മിസ്റ്റേക്സ് വരുന്നുണ്ട്, കൺഫ്യൂഷൻ ആവാൻ ചാൻസ് ഉണ്ട്. സോ അവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരുന്നത് 13th ക്വസ്റ്റ്യൻ ആണ്. മൊഡ്യൂൾ 2-നകത്തും 13 ആണ് ഈസി ആയിട്ട് വരുന്നത്. മൊഡ്യൂൾ 3 and 4 PHP ആണ്. അവിടെ മൊഡ്യൂൾ 3-ക്കകത്ത് 15th ക്വസ്റ്റ്യൻ, 15ന്റെ കാട്ടിലും ഈസി ക്വസ്റ്റ്യൻ 16th ആണ്. 15A ടഫ് ആണ്. സോ 16 എഴുതാം, ഈസി ആയിരിക്കും. 16A ഡിസ്കസ് ദ ഫ്ലോ കൺട്രോൾ ഫംഗ്ഷൻസ് ആൻഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻ PHP. PHP-ക്കകത്ത് വരുന്ന കൺട്രോൾ ഫംഗ്ഷൻസ്, ഫ്ലോ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയാൽ മതി. സോ അത് ഈസിയാണ്. ആൻഡ് നെക്സ്റ്റ് കൂടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, PHP-യുടെ സ്ട്രിംഗ് പ്രോസസ്സിംഗ് എങ്ങനെയൊക്കെയാണ് അത് ഡിസ്കസ് ചെയ്യാം. സോ സ്ട്രിങ്സ് ഹാൻഡിൽ ചെയ്യാനുള്ള മെത്തേഡ്സും സ്ട്രിംഗ് പ്രോസസ്സിംഗും എക്സാമ്പിൾസും ആണ് എഴുതേണ്ടത്. ഓക്കെ, സോ അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. 15 എഴുതുമ്പോൾ അവിടെ പ്രോഗ്രാം വരുന്നുണ്ട്. 15ൽ B നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു, കുക്കി, അത് അവിടെ മിസ്സായി പോകും. 16 എഴുതാം, 16 ആണ് നിങ്ങൾക്ക് സേഫ് സോൺ. ഓക്കെ, ദെൻ മൊഡ്യൂൾ 4 വരുമ്പോൾ 17ൽ ചോദിച്ചേക്കുന്നത് PHP MySQL ഡാറ്റാബേസ് കണക്ഷനും അതിന്റെ കൊറി എക്സിക്യൂഷൻ ആണ് 17A ചോദിക്കുന്നത്. 17B വരുമ്പോൾ PHP ഫോം ക്രിയേറ്റ് ചെയ്തിട്ട് യൂസർ ഡീറ്റെയിൽസ് DBയിൽ സ്റ്റോർ ചെയ്യണം. MySQL ടേബിൾ വെച്ചിട്ട് DBയിൽ സ്റ്റോർ ചെയ്യണം. അതായത് കണക്ഷൻ സ്ട്രിംഗ് മൊത്തം എഴുതും. അതായത് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഡേറ്റ റീഡ് ചെയ്ത് കൊറി യൂസ് ചെയ്ത് ടേബിളിൽ സ്റ്റോർ ചെയ്യുന്നു. അത് അത്യാവശ്യം ടഫാണ്. മൊഡ്യൂൾ 4-ഉം 18th ക്വസ്റ്റ്യൻ ആയിരിക്കും നല്ലത്. 18th ആകുമ്പോൾ 18A എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഫോം പ്രോസസിംഗ് ഇൻ PHP. PHP-ക്കകത്ത് എങ്ങനെ ഫോം പ്രോസസ് ചെയ്യുന്നു, ഫോമിനകത്തുള്ള ഫീൽഡ് കളക്ട് ചെയ്യുന്നു, മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് വിളിക്കുന്നു, നേരെ PHP-ലേക്ക് പോകുന്നു. അതാകുമ്പോൾ ഈസിയാണ്. ഒരു എക്സാമ്പിൾ നിങ്ങൾക്കത് എഴുതി കാണിക്കാൻ ഈസിയാണ്. ചെറിയ ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചാലും മതി. അത് ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 18ൽ B ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ഹൗ ഡൈനാമിക് കോണ്ടന്റ് ഈസ് ഫെച്ച്ഡ് ഫ്രം ദ ഡാറ്റാബേസ് ആൻഡ് ഡിസ്പ്ലേഡ് ഓൺ എ വെബ് പേജ്. വെബ് പേജിൽ എങ്ങനെ ഒരു ഡൈനാമിക് കോണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാം. സോ എന്തുകൊണ്ട് മൊഡ്യൂൾ 4-ൽ നല്ല ക്വസ്റ്റ്യൻ 18 ആണ്. 18ൽ Aയും Bയും വലിയ കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്.
ബി എല്ലാവർക്കും അറിയണമെന്നില്ല. നിങ്ങൾക്ക് 18B നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, മൊഡ്യൂൾ 5 നോക്കുമ്പോൾ JSON MVC ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ചോദിച്ചേക്കുന്നത്. 19ൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 19A JSON ഡാറ്റ ടൈപ്സ് ചോദിക്കും. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോക്കകത്ത്. എക്സാം ടിപ്സ് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ദെൻ അവിടെ ഒരു JSON സ്കീം എഴുതാൻ പറയുന്നുണ്ട്. JSON ഫോർമാറ്റ് എഴുതുക. സ്റ്റുഡന്റ് ഡോക്യുമെന്റ് ആണ്. സ്റ്റുഡന്റ് നെയിം, റോൾ നമ്പർ, മാർക്സ്, ഇത്രയും മതി. ഓക്കെ, അതൊരു JSON ഡാറ്റ കീ വാല്യൂ ആയിട്ട് എഴുതുക. ഡിസ്കസ് ദ റോൾ ഓഫ് റിസോഴ്സ് കൺട്രോളേഴ്സ് ഇൻ ലാറാവൽ. ലാറാവലിനകത്തുള്ള റിസോഴ്സ് കൺട്രോളേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അത് മൊഡ്യൂൾ 5ൽ 19th ക്വസ്റ്റ്യൻ. 20th ക്വസ്റ്റ്യനിൽ ലാറാവൽ MVC ഫ്രെയിംവർക്ക്, മോഡൽ വ്യൂ കൺട്രോളർ ഫ്രെയിംവർക്ക്, അതിന്റെ ഡയഗ്രാം ഉണ്ട്, അത് വരയ്ക്കണം. 8 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അതും ഈസി ആണ്. കൂടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ JSON പാഴ്സ് ഫംഗ്ഷനും JSON സ്ട്രിംഗിഫൈ ഫംഗ്ഷനും. മൊഡ്യൂൾ 5ലും ക്വസ്റ്റ്യൻ നമ്പർ 20 എഴുതുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. 19ലും ഈസിയാണ്, പക്ഷെ കമ്പാരിറ്റീവ് കൂടുതൽ പേരും 20 ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം, നമുക്ക് നോക്കാം. സോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുപിട്ടാം.